ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഡ്രിനലിൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ബയോകെമിസ്ട്രിയിലെ ഒരു എസ്സേ ടോപ്പിക്കായ ഹീം സിന്തസിസ് ആൻഡ് റെഗുലേഷൻ ആണ്. അതിന് നമുക്ക് ഹീം എന്താന്ന് നോക്കാം. ഹീം ഇസ് എ ഫെറോ പ്രോട്ടോ പോർഫൈറിൻ. അതായത് ഹീമിൽ Fe2+ ആയ ഫെറസ് അയൺ ഉണ്ട്, പിന്നെ ഒരു പ്രോട്ടീൻ ഉണ്ട്, പിന്നെ ഒരു പോർഫൈറിൻ റിംഗ് ഉണ്ട്. പോർഫൈറിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ സൈക്ലിക് കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ ഫ്യൂഷൻ ഓഫ് 4 പൈറോൾ റിംഗ്സ്. അതായത് 4 പൈറോൾ റിംഗ്സ് which are fused by alpha, beta, gamma and delta bridges കൂടി ചേർന്ന് ഉണ്ടാവുന്ന ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ് ഹീം. ഇനി ഹീം ഏതൊക്കെ കോമ്പൗണ്ട്സിൽ ഉണ്ടെന്ന് നോക്കാം. ഹീം ഈസ് പ്രസന്റ് ഇൻ ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, സൈറ്റോക്രോംസ് ആൻഡ് എൻസൈംസ് ലൈക്ക് പെറോക്സിഡേസ് ആൻഡ് കാറ്റലേസ്. ഇനി ഹീം ഏതൊക്കെ കോമ്പൗണ്ട്സിൽ ഉണ്ടെന്ന് നമുക്ക് വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. നമുക്ക് ഫങ്ഷൻസ് ഓഫ് ഹീം എന്താന്ന് നോക്കാം. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗ്യാസസ്. അത് കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഓക്സിജന്റെയും ട്രാൻസ്പോർട്ടിന് സഹായിക്കും. പിന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ സഹായിക്കും. അതായത് സൈറ്റോക്രോം എൻസൈംസ്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലെ സൈറ്റോക്രോം എൻസൈംസിന്റെ കമ്പോണന്റ് ആണ് ഈ ഹീം. അതുവഴി ഇത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ സഹായിക്കും. പിന്നെ എൻസൈംസിന്റെ കമ്പോണന്റ് ആയതുകൊണ്ട് കെമിക്കൽ കാറ്റാലിസിസിന് സഹായിക്കും. പിന്നെ ഇറ്റ് ഇസ് എ കമ്പോണന്റ് ഓഫ് സൈറ്റോക്രോം P450 enzyme which is involved in antioxidant defense. ഇനി നമുക്ക് ഹീമോഗ്ലോബിൻ എന്താന്ന് നോക്കാം. ഹീമോഗ്ലോബിൻ ഇസ് എ കോൺജുഗേറ്റഡ് പ്രോട്ടീൻ ഹാവിംഗ് ഹീം ആസ് ദി പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ആൻഡ് പ്രോട്ടീൻ പാർട്ട് ഇസ് ഗ്ലോബിൻ. ഇനി നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബയോസിന്തസിസ് ഓഫ് ഹീമിലേക്ക് പോവാം. അതായത് ഈ ഹീം സിന്തസിസ് അത് ഒക്കേഴ്സ് ഇൻ സൈറ്റോപ്ലാസം ആൻഡ് മൈറ്റോകോൺഡ്രിയ. ഇത് മെയിൻ ആയിട്ട് നടക്കുന്നത് ഡെവലപ്പിംഗ് RBCസിലാണ്. അതായത് നോർമോബ്ലാസ്റ്റുകളിലാണ് ഈ ഹീം സിന്തസിസ് നടക്കുന്നത്. പിന്നെ ഇത് ഏത് ടിഷ്യൂസിൽ നടക്കാം. ഓൾമോസ്റ്റ് ഓൾ ടിഷ്യൂസിൽ നടക്കും. പിന്നെ ഈ ടിഷ്യൂസിന്റെ ഒക്കെ RBCസിലാണ് ഇത് കാണുന്നത്. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏല, അതായത് അമിനോ ലെവലിനിക് ആസിഡ് ഉണ്ട്. അത് 2 എണ്ണം കൂടി കണ്ടൻസ് ചെയ്തിട്ട് ഉണ്ടാവുന്ന ഫസ്റ്റ് പ്രോഡക്റ്റ് ആണ് പോർഫോബിലിനോജൻ. അത് അടുത്ത സ്റ്റെപ്പിൽ ഒരു യൂറോ പോർഫൈറിനോജൻ 3 ആക്കും. ദെൻ കൺവേർട്ടഡ് ടു കോപ്രോ പോർഫൈറിനോജൻ 3, ദെൻ പ്രോട്ടോ പോർഫൈറിനോജൻ 3, ദെൻ ഫൈനലി ടു പ്രോട്ടോ പോർഫൈറിൻ. അതിനെ ഏറ്റവും അവസാനം ഹീമാക്കി മാറ്റും. ഇനി നമുക്ക് ഓരോ സ്റ്റെപ്പും നോക്കാം. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് സ്റ്റെപ്പ് ഓഫ് ഏല സിന്തസിസ്. അത് നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയിലാണ്. അത് മൈറ്റോകോൺഡ്രിയൽ എൻസൈം, അതായത് ഏല സിന്തേസ്, അമിനോ ലെവലിനിക് ആസിഡ് സിന്തേസ്. അതാണ് ഈ സ്റ്റെപ്പിലെ ഈ ഹീം സിന്തസിലെ തന്നെ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എൻസൈം ആയിട്ടുള്ളത്. അത് 2 മോളിക്യൂള്, ഒരു മോളിക്യൂൾ സക്സീനിയൽ കോഎൻസൈം എന് ഗ്ലൈസീനും കണ്ടൻസേഷൻ സഹായിക്കും. അതുവഴി ഫസ്റ്റ് ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ആണ് അമിനോ ലെവലിനിക് ആസിഡ്. ഇനി സ്റ്റെപ്പ് 2. ഈ സ്റ്റെപ്പ് 2 ആണ് ഫോർമേഷൻ ഓഫ് പോർഫോബിലിനോജൻ. ഈ സ്റ്റെപ്പ് 2 നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. അവിടെ 2 മോളിക്യൂൾ ഓഫ് ഏല കണ്ടൻസസ് ടു ഫോം പോർഫോബിലിനോജൻ ബൈ ഏല ഡിഹൈഡ്രേറ്റേസ് എൻസൈം. ഈ ഏല ഡിഹൈഡ്രേറ്റേസ് 2 മോളിക്യൂള് വാട്ടർ എലിമിനേറ്റ് ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്നതാണ് പോർഫോബിലിനോജൻ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോണോപൈറോൾ ആണ്. ഇൻ സ്റ്റെപ്പ് 3 വിച്ച് ഇസ് ദി സ്റ്റേജ് ഓഫ് ഫോർമേഷൻ ഓഫ് യൂറോ പോർഫൈറിനോജൻ. അതായത് 4 മോളിക്യൂള് പോർഫോബിലിനോജനെ ഡിഅമിനേസ് ചെയ്യിപ്പിക്കും ബൈ പോർഫോബിലിനോജൻ ഡിഅമിനേസ് എൻസൈം. അല്ലെങ്കിൽ അതിന്റെ തന്നെ വേറൊരു പേരാണ് യൂറോ പോർഫൈറിനോജൻ 1 സിന്തേസ് വിച്ച് റിസൾട്ട്സ് ഇൻ എ ലീനിയർ ടെട്രാപൈറോൾ കോൾഡ് ഹൈഡ്രോക്സി മിഥൈൽ ബിലൈൻ. ഇത് അത്ര സ്റ്റേബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നല്ല. അതുകൊണ്ട് അത് സൈക്ലൈസ് ചെയ്ത് ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ആണ് യൂറോ പോർഫൈറിനോജൻ 1. അടുത്ത സ്റ്റേജിൽ ഇത് യൂറോ പോർഫൈറിനോജൻ 3 ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിന് സഹായിക്കുന്ന എൻസൈമാണ് യൂറോ പോർഫൈറിനോജൻ 3 കോസിന്തേസ്. ഇനി 4th സ്റ്റെപ്പിൽ സിന്തസിസ് ഓഫ് കോപ്രോ പോർഫൈറിനോജൻ നടക്കും. അതായത് നേരത്തെ ഉണ്ടായ യൂറോ പോർഫൈറിനോജൻ 3നെ കോപ്രോ പോർഫൈറിനോജൻ 3 ആക്കും. അപ്പോൾ ഡീകാർബോക്സിലേഷൻ സംഭവിക്കുന്നുണ്ട്. അതിന് സഹായിക്കുന്നതാണ് യൂറോ പോർഫൈറിനോജൻ 3 ഡീകാർബോക്സിലേസ്. ഇനി 5th സ്റ്റെപ്പാണ് സിന്തസിസ് ഓഫ് പ്രോട്ടോ പോർഫൈറിനോജൻ. ഇത് ഒരു ഓക്സിഡേഷൻ സ്റ്റെപ്പാണ്. അതുകൊണ്ട് മൈറ്റോകോൺഡ്രിയയിലാണ് നടക്കുക.
ഈ പറഞ്ഞ സ്റ്റെപ്പ് 4 വരെ നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. പക്ഷെ 5th സ്റ്റെപ്പ് മൈറ്റോകോൺഡ്രിയയിലാണ്. അവിടെ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കോപ്രോ പോർഫൈറിനോജൻ വിച്ച് ഈസ് ഓക്സിഡൈസ് ടു പ്രോട്ടോ പോർഫൈറിനോജൻ ബൈ കോപ്രോ പോർഫൈറിനോജൻ ഓക്സിഡൈസ്. ദിസ് റിയാക്ഷൻ റിക്വയർസ് എ മോളിക്കുലർ ഓക്സിജൻ. 6th സ്റ്റെപ്പിൽ ഇറ്റ് ഈസ് എ സ്റ്റേജ് ഓഫ് ജനറേഷൻ ഓഫ് പ്രോട്ടോ പോർഫൈറിൻ. ഈ പ്രോട്ടോ പോർഫൈറിനോജൻ 3നെ ഓക്സിഡൈസ് ചെയ്ത് പ്രോട്ടോ പോർഫൈറിൻ 3 ആക്കും. ഇത് മൈറ്റോകോൺഡ്രിയയിൽ വെച്ചാണ് നടക്കുന്നത്. ഇനി ഈ പോർഫൈറിനോജൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഈസ് എ കളർലെസ് ആണ്. അത് ഓക്സിഡൈസ് ചെയ്ത് ഉണ്ടാവുന്ന പോർഫൈറിൻസ് കളേർഡ് ആണ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് അതാണ് ജനറേഷൻ ഓഫ് ഹീം. അതായത് ഈ ഉണ്ടായ പ്രോട്ടോ പോർഫൈറിനിലേക്ക് ഫെറസ് അയൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഹീം. ഇത് സഹായിക്കുന്ന എൻസൈമാണ് ഹീം സിന്തേസ് അല്ലെങ്കിൽ ഫെറോ കെലറ്റേസ്. ഇനി നമുക്ക് ഹെമാറ്റിൻ എന്താന്ന് നോക്കാം. അത് നമ്മൾ പറഞ്ഞു ഹീമിൽ ഉള്ള അയൺ അതായത് Fe2+ ആണ്, ഫെറസ് അയൺ ആണ്. ഇനി ഈ ഫെറസ് അയൺ ഓക്സിഡൈസ് ചെയ്ത് ഫെറിക് ഫോമിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ പറയുന്ന ആണ് ഹെമാറ്റിൻ. ഹീം റെഡ് കളറാണെങ്കിൽ ഹെമാറ്റിൻ ഡാർക്ക് ബ്രൗൺ ഇൻ കളറാണ്. ഇനി ഇത് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റെഗുലേഷൻ ഓഫ് ഹീം സിന്തസിസ്. അപ്പൊ അത് തന്നെ ഇതിലെ സിന്തസിസ് പറയണം. 80% സിന്തസിസ് എറിത്രോയിഡ് സെൽസിലാണ് നടക്കുന്നത്. അങ്ങനെ ഉണ്ടായ ഹീമിനെ ഹീമോഗ്ലോബിനിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഇനി ബാക്കി 50% ലിവറിലാണ് നടക്കുന്നത്. ഈ ലിവറിൽ നടക്കുന്ന ഹെപ്പാറ്റിക് സിന്തസിസ് ഡിപ്പെൻഡ്സ് ഓൺ നീഡ് ഫോർ സൈറ്റോക്രോംസ് P450 വിച്ച് ഈസ് ഇൻവോൾവ് ഇൻ ഡ്രഗ് മെറ്റബോളിസം ആൻഡ് ഡീടോക്സിഫിക്കേഷൻ. അതായത് ഈ സൈറ്റോക്രോം P450ന്റെ കമ്പോണന്റ് ആണ് ഹീം. ഈ സൈറ്റോക്രോം P450 ഡീടോക്സിഫിക്കേഷനും ഡ്രഗ് മെറ്റബോളിസത്തിനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പൊ ഈ മെറ്റബോളിസം കൂടുമ്പോൾ സൈറ്റോക്രോം P450ന്റെ റിക്വയർമെന്റ് കൂടും. അപ്പോൾ ഹെപ്പാറ്റിക് സിന്തസിസ് ഓഫ് ഹീം അതിനനുസരിച്ച് കൂടും. അതാണ് ഈ റെഗുലേഷൻ പറയുന്നത്. ഇനി ഹെപ്പാറ്റിക് ALA സിന്തസിന്റെ റെഗുലേഷൻ നോക്കാം. ഹെപ്പാറ്റിക് ALA സിന്തേസ് ഈസ് റെഗുലേറ്റഡ് ബൈ എ മെക്കാനിസം കോൾഡ് റിപ്രഷൻ. അതായത് ഹീം ഇൻഹിബിറ്റ്സ് ദി സിന്തസിസ് ഓഫ് ALA സിന്തേസ് ബൈ ആക്ടിങ് ആസ് എ കോ റിപ്രസർ. അതായത് ഹീം സിന്തസിസിൽ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ആയ ഹീം അതിൽ തന്നെ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പായിട്ടുള്ള ALA സിന്തേസിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതാണ് റിപ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ALA സിന്തസിസ് ഓൾസോ ഇൻഹിബിറ്റഡ് ബൈ ഹെമാറ്റിൻ. അതായത് ബോഡിയിൽ ഫ്രീ ആയിട്ടുള്ള ഹീം എക്സസ് ആയി കഴിയുമ്പോൾ Fe2+ ഓക്സിഡൈസ് ചെയ്ത് Fe3+ ആയിട്ടുള്ള ഹെമാറ്റിൻ ഉണ്ടാവും. ഈ ഹെമാറ്റിൻ ALA സിന്തേസിനെ ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ ഹീം പ്രൊഡക്ഷൻ കുറയ്ക്കും. ഇനി നമുക്ക് കമ്പാർട്ട്മെന്റലൈസേഷൻ എന്താന്ന് നോക്കാം. അതായത് മൈറ്റോകോൺഡ്രിയ ആൻഡ് സൈറ്റോസോളിലും ആണ് ഹീം സിന്തസിസ് നടക്കുക. ഈ ഹീം സിന്തസിസ് ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈംസ് ഈ രണ്ടിലും പ്രസന്റ് ആയതുകൊണ്ട് ഇതിന്റെ റെഗുലേഷൻ ഈസിയർ ആക്കും. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് ALA സിന്തേസ് നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയിലാണ്. അങ്ങനെ ഉണ്ടാവുന്ന ഡെൽറ്റ അമിനോ ലെവലിനിക് ആസിഡിനെ സൈറ്റോസോളിൽ എത്തിക്കും. അതിന് ഫർദർ കോപ്രോ പോർഫൈറിനോജൻ 3 ആക്കും. എന്നിട്ട് ഈ കോപ്രോ പോർഫൈറിനോജൻ 3നെ മൈറ്റോകോൺഡ്രിയയിൽ വെച്ച് ഓക്സിഡൈസ് ചെയ്ത് പ്രോട്ടോ പോർഫൈറിൻ 3 ആക്കും. അതിനെ പിന്നെ പ്രോട്ടോ പോർഫൈറിനും ഹീമും ആക്കും. ഈ സ്റ്റെപ്പൊക്കെ നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയിൽ വെച്ചാണ്. അപ്പൊ ഈ കമ്പാർട്ട്മെന്റലൈസേഷൻ ഉണ്ട്. ഇത് ഈ റെഗുലേഷൻ ഈസിയർ ആക്കും. ഇനി നമുക്ക് അവസാനമായിട്ട് എഫക്ട് ഓഫ് ഡ്രഗ് ആൻഡ് പോയിസൺസ് നോക്കാം. അതായത് ബാർബിറ്ററേറ്റ്സ് ഇൻഡ്യൂസ് ഹീം സിന്തസിസ് ആസ് ബാർബിറ്ററേറ്റ്സ് റിക്വയർ ഹീം കണ്ടെയ്നിങ് സൈറ്റോക്രോം P450 ഫോർ ദയർ മെറ്റബോളിസം. അതായത് ബാർബിറ്ററേറ്റ്സിന് അതിന്റെ മെറ്റബോളിസത്തിന് സൈറ്റോക്രോം P450 വേണം. ഈ സൈറ്റോക്രോം P450ന്റെ കമ്പോണന്റ് ആണ് ഹീം. സോ ബാർബിറ്ററേറ്റ്സ് കൂടിക്കഴിഞ്ഞാൽ ഹീം സിന്തസിസ് കൂടും. അതുപോലെ തന്നെ ലെഡ് ഇൻഹിബിറ്റ് ഫെറോ കെലറ്റേസ് ആൻഡ് ALA ഡിഹൈഡ്രേറ്റ് എൻസൈം. അതുവഴി ഹീം സിന്തസിസ് കുറയ്ക്കും. പിന്നെ ഹൈ സെല്ലുലാർ ഗ്ലൂക്കോസ് പ്രിവെന്റ്സ് ഇൻഡക്ഷൻ ഓഫ് ALA സിന്തസിസ്. ഇതുവഴി ഹീം സിന്തസിസ് കുറയ്ക്കും. അപ്പൊ
ഇതൊരു എസ്സേ ടോപ്പിക്കാണ്. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നത് സ്റ്റെപ്സ്, അതായത് ഇതിൽ എവിടെയൊക്കെ നടക്കുന്നു. ഫസ്റ്റ് നടക്കുന്നത് മൈറ്റോകോൺട്രിയ, അതിൽ ഉണ്ടാവുന്ന ഏല സിന്തസിസ്, റേറ്റ് ലിമിറ്റിംഗ് എൻസൈം ആയിട്ടുള്ള ഏല സിന്തറ്റൈസ് എൻസൈം അത്. പിന്നെ സൈറ്റോപ്ലാസത്തിൽ നടക്കുന്ന സ്റ്റെപ്സ്, ഫോർമേഷൻ ഓഫ് പോർഫോ ബിലിനോജൻ, യൂറോ പോർഫൈറിനോജൻ 3, കോപ്രോ പോർഫൈറിനോജൻ 3, പ്രോട്ടോ പോർഫൈറിനോജൻ 3, ഇതൊക്കെ. പിന്നെ ഫർദർ അത് മൈറ്റോകോൺട്രിയയിൽ എത്തിയിട്ട് പ്രോട്ടോ പോർഫൈറിൻ 3യും ഹീമും ആയിട്ട് ഫൈനലി ഹീം ഫോം ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റെഗുലേഷൻ ഓഫ് ഹീം സിന്തസിസ്. സോ താങ്ക് യു.